നമ്മുടെ മാനസിക തലത്തിൽ സൂര്യൻ എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നോക്കാം. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു. ആ ചിന്തയ്ക്കൊരു വികാരമുണ്ട്. ആ വികാരം എന്ന് പറയുന്നത് ദേഷ്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ താപമാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ താപം ഇരട്ടിച്ചു അല്ലെങ്കിൽ വർദ്ധിച്ചു എന്നർത്ഥം. ഇതാണ് സൂര്യൻ നമ്മുടെ ശരീരത്തെ ഇടപെടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചൂടാണ് അനുഭവപ്പെടുക നമ്മുടെ ശരീരത്തിൽ. അതെന്തുകൊണ്ടാണ്? സൂര്യൻ എന്ന് പറയുന്ന നാഡി, നമ്മുടെ ശരീരത്തിലെ നാഡി ഞരമ്പുകൾ, അതിൽ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. സ്വാഭാവികമായും സാധാരണയായി നമ്മൾ സന്തോഷിച്ചിരിക്കേണ്ട ഒരു ജീവിയിൽ എങ്ങനെയാണ് താപത്തിന് മാറ്റം വരുന്നത്? അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? ചിന്തകൾ കഴിഞ്ഞ കാലത്ത് എവിടെയോ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു വിഷയമാണ്. ഒരാൾ പറഞ്ഞതായിരിക്കാം, എങ്ങനെയുമാകാം ഒരു ചിന്ത വരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതായതിനാൽ അതിപ്പോഴില്ല. അപ്പോൾ ഓർക്കുമ്പോഴാണ് ചിന്തകളായി രൂപപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയും ചെയ്യും, ചൂടനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചിന്തയ്ക്ക് ശക്തി ഉണ്ടെന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മാറ്റാനുള്ള ഒരു ശക്തി അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ചിന്തയ്ക്ക് ശക്തിയുണ്ടെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച ഒരു വിഷയമാണെന്നും അതിനെ നമുക്ക് എങ്ങനെ ഊർജ്ജമില്ലാതാക്കുകയും ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു ചിന്ത വരുമ്പോൾ അതിന് ശക്തി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ? ആ ശക്തി ഇല്ലാതാക്കാൻ പറ്റുമോ? അതാണ് യഥാർത്ഥത്തിൽ യോഗാസനങ്ങൾ ചെയ്യുന്നത്, ധ്യാനം ചെയ്യുന്നത്, പ്രാണായാമം, ഇതെല്ലാം പഠിക്കുന്നത്, പരിശീലിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്.